അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദരങ്ങളെ, നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, ബോച്ചെ നിങ്ങൾ കുറ്റപ്പെടുത്തരുതേ, എനിക്കൊക്കെ പണം തന്നിട്ടുണ്ട് എന്ന്. ഞാനിത് എഴുതിയത് എന്തിനാ, ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസപ്പുറം ഈ ബോച്ചയുമായി ബന്ധപ്പെട്ട വീഡിയോ വന്നു. ബോച്ചയെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പോയി അല്ലെ. ഇതിലൊക്കെ എന്താണ് ഇതിനൊക്കെ മാനദണ്ഡം? ഒരു പെണ്ണിനെ മോശമായി വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ തെറ്റാണ്. നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ ദാനധർമ്മം നടത്തുന്ന ആളാണെങ്കിലും നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഒരുപാട് ആൾക്കാരെ 10-12,000 അല്ലെങ്കിൽ 10,000 ലക്ഷമോ ആൾക്കാരെ അവർക്ക് പൈസ കൊടുത്ത് അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കുന്ന ആളാണെന്നിരിക്കട്ടെ. എന്നാലും ഒരാളുടെ മനസ്സ് എന്നെ കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പോയല്ല, എൻ്റെ നാവിനെ ഞാൻ നന്നായി സൂക്ഷിക്കണം. അതിൽ വരുന്നത് വലിയ കാര്യമാണ്. ബോച്ച ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലൊരു കൂപ്പൺ കിട്ടാറുണ്ട്. അതിൽ പൈസ കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ചിലപ്പോൾ 100 രൂപ കിട്ടുന്നവരുണ്ടാകും. എനിക്കും കിട്ടിയിട്ടുണ്ട് 200 രൂപ. അതവിടെ തന്നെ കിടക്കുക. പക്ഷെ അതൊക്കെ ഒന്നല്ല, അതിനേക്കാൾ അപ്പുറം നമ്മുടെ ഒരു സ്വഭാവത്തിൽ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുക, നല്ല വാക്കുകൾ പറയുക. എല്ലാവരും ഞാൻ പറയുന്ന തമാശകളും എൻ്റെ കളികളും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ അവിടുന്നെല്ലാം സഹിച്ചു നിന്നേക്കാം. എന്നാൽ അവിടുന്ന് മനസ്സ് വേദനിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും? അവിടെ ചിരി അഭിനയിച്ചിട്ട് നിന്നേക്കാം. പുറത്തു പോകുമ്പോഴായിരിക്കും ഇതിന്റെ വിഷമം കൊണ്ട് ചിലപ്പോൾ കരയുന്നുണ്ടാവാം. നമ്മളത് കാണാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ഒരു പാഠമാണ്. ഇപ്പൊ ഈ നടന്നതൊക്കെ ഒരു പാഠമാണ്. ലൈസൻസ് ഇല്ലാതെ എന്തും പറയാമെന്നുള്ളതല്ല, മറിച്ച് എൻ്റെ വാക്കുകൊണ്ട് ഒരാളുടെ മനസ്സും വേദനിക്കരുത്. എൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, എൻ്റെ സഹായങ്ങൾ കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ടും ജനങ്ങൾക്ക് ഉപകാരം മാത്രമേ ചെയ്യാവൂ. ഇത് വലിയൊരു പാഠമാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ.